ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങൾ CI ജഗന്നാഥന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചവയാണ് അല്ലേ? അല്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ടല്ലോ. അത് അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചല്ലേ? തല്ലിയാൽ തന്നെ നിങ്ങൾ എന്താ സമ്മതിക്കണം? അതുപോലത്തെ തല്ലായിരുന്നില്ലേ സാർ തല്ലിയത്? ആരായാലും സമ്മതിച്ചു പോകും. 4 പോലീസുകാർ ചുറ്റിൽ നിന്ന് മർമ്മത്തിടിച്ച് 3 ദിവസം മൂത്രം പോലെ ICU കിടന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ ഹാജരാക്കുന്നു. ഇത് കണ്ടാലറിയാം അവരെന്നെ കൊണ്ട് തല്ലി സമ്മതിപ്പിച്ചാണെന്ന്. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ് സാർ. നിങ്ങളുടെ പക്കൽ നിന്നും സ്റ്റേഷനിൽ വെച്ച് ഈ ആഭരണങ്ങൾ കണ്ടെടുത്തു എന്ന് സത്യമല്ലേ? സത്യമാണ്. CIയുടെ ആഭരണങ്ങൾ എങ്ങനെ നിങ്ങളുടെ പക്കൽ വന്നു? അത് CIയുടെ ആഭരണങ്ങളല്ല, എന്റെ ആഭരണങ്ങളാ. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് മറ്റൊരു കാര്യത്തിനാ. എന്ത് കാര്യത്തിന്? ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണാലോചന. ഉറക്കെ പറയൂ. ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണാലോചന. ഡെപ്യൂട്ടി കമ്മീഷണർ കല്യാണം ആലോചിച്ച് എന്നെ സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ അരയിലെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടത്. സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥ് സാർ അത് പിടിച്ചു വാങ്ങുകയായിരുന്നു. എന്നിട്ട് കള്ളക്കേസും ചാർജ് ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയതാണെന്ന് മറ്റും. പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരായിട്ടുണ്ടോ? ഇല്ല. നിരപരാധിത്വം സ്വയം തെളിയിക്കാൻ ഈ ഉള്ളവന് അനുവാദം തരണം. യെസ്, ഗ്രാൻഡഡ്. താങ്ക് യു, യുവർ ഓണർ. PW ഓൺ ജഗന്നാഥൻ. അതെ അല്ലെങ്കിൽ അല്ല, ഏതെങ്കിലും ഒരു ഉത്തരം തന്നാൽ മതി. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ നിങ്ങളുടെ സ്വന്തമാണെന്ന് അല്ലേ? അതിപ്പോഴല്ല, പണ്ടേ എന്റെ സ്വന്തമാണ്. അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതെ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ആഭരണങ്ങൾ വാങ്ങാൻ ഒരു വലിയ തുക തന്നെ വേണ്ടിവരും. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഐ മീൻ കൈക്കൂലി അങ്ങനെ എന്തെങ്കിലും? നോ, ഇതിന്റെ വിവാഹത്തിന് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ ആഭരണമാണ്. ഓ, സ്ത്രീധനമായിട്ട്? നോ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? നോ. 8 വർഷമായി. ഇത് മോഷണം പോയി എന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ്, എപ്പോഴാണ്? പറഞ്ഞോളൂ. ഇക്കഴിഞ്ഞ 29-ാം തീയതി. സമയം? 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്. ഓ, അതങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റി? അതായത് ഞാനും ഭാര്യയും കൂടെ 4 മണിക്ക്. നിങ്ങളും ഭാര്യയും കൂടി 4 മണിക്ക് ഷോപ്പിങ്ങിന് പോയിരിക്കായിരുന്നു. അയ്യോ, കോടതിയാണ് പതുക്കെ. തിരിച്ചു വന്നപ്പോഴാണ് മോഷണം നടന്നതായി മനസ്സിലായത്. അപ്പോൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വിവാഹത്തിന് നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്നും കിട്ടിയതാണ് ഈ ആഭരണങ്ങൾ. അത് ഇക്കഴിഞ്ഞ് 29-ാം തീയതി വൈകിട്ട് 4-നും 5-നും ഇടയ്ക്ക് മോഷണം പോയി. ആം ഐ കറക്റ്റ്? ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. താങ്ക് യു സർ. PW2 സ്വർണ്ണലത. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയൂ. നിങ്ങളുടെ ഭർത്താവിന് എന്താ ജോലി? സർക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോ ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 8 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിന്നും തന്നതാണെന്നുള്ളത് സത്യമാണോ? സത്യമാണ്. ഉരുക്കാറുണ്ടോ? എന്ത്? സ്വർണം ഉരുക്കി പുതിയത് പണിയാറുണ്ടോന്ന്? ഇല്ല. കൊടുക്കാറുണ്ടോ? സൈലൻസ്. പ്രൊസീഡ്. ഉണ്ടെങ്കിൽ പറയണം, കൊടുക്കാറുണ്ടോന്ന്. എന്ത്? പഴയ സ്വർണം കൊടുത്ത് പുതിയത് വാങ്ങാറുണ്ടോ? ഇല്ല. എന്തെങ്ങനെ ചെയ്യായിരുന്നു? പഴമയുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ. That's all, Your Honor. PW3 വിശ്വനാഥൻ. നിങ്ങളുടെ തൊഴിൽ എന്താണ്? ഞാനൊരു ജുവലറി ഉടമയാണ്. മിസ്റ്റർ വിശ്വനാഥൻ, ഇത് നിങ്ങളുടെ ജുവലറിയുടെ ഒരു പരസ്യമാണ്. 2 മാസം മുമ്പ് വന്നത്. ഈ പരസ്യത്തിൽ പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ആഭരണങ്ങളും ഏറ്റവും പുതിയ തരം ഫാഷനാണെന്നും പലതും മെഷീൻ കട്ടിങ്ങുമാണെന്നുമാണ്. ഇത് സത്യമാണോ, അല്ല പരസ്യത്തിന് വേണ്ടി ചേർത്ത വെറും വാചകങ്ങളോ? ഒരിക്കലുമല്ല. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സത്യമാണ്. ഈ ഡിസൈനിലുള്ള ആഭരണങ്ങൾ തന്നെയല്ലേ ദോ അവിടെ ഇരിക്കുന്നതും? അതെ. That's all, Your Honor. PW7 ഫിലിപ്പ് മാത്യു. എന്താണ് നിങ്ങളുടെ തൊഴിൽ? ബാങ്ക് മാനേജറാണ്. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഇത് ഇക്കഴിഞ്ഞ 27-ാം തീയതി എന്റെ ബാങ്കിൽ പണയം വെച്ചിരുന്നതാണ്. നോട്ട് ദിസ് പോയിന്റ്, യുവർ ഓണർ. എന്നാണ് ഇത് തിരിച്ചെടുത്തത്? 29-ാം തീയതി ഉച്ചയ്ക്ക്. താങ്ക് യു. ഇനി ഡെപ്യൂട്ടി കമ്മീഷണർ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഈ പ്രതിയെ നിങ്ങൾ അവസാനമായി കണ്ടത് എവിടെ വെച്ചാണ്? ആശുപത്രിയിൽ വെച്ച്. എന്തായിരുന്നു പ്രതിയുടെ അപ്പോഴത്തെ അവസ്ഥ? കുറച്ച് അവശനായിരുന്നു. അവശനം എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോരയൊലിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് കോടതിയിൽ വെച്ച് കാണാട്ടോ. ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുമോ? ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിയുടെ പറയാൻ പറ്റാത്ത മർമ്മഭാഗങ്ങളിൽ കാര്യമായ ചതവുകളും മുറിവുകളും ഉള്ളത് കൊണ്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തേ പറ്റൂന്നല്ലേ? അതെ. താങ്ക് യു. സോറി, താങ്ക് യു സർ.
യുവർ ഓണർ, ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ ഒന്നും തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥിന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയവയല്ല എന്ന് വ്യക്തമാകുന്നു. അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറയപ്പെടുന്ന ആഭരണങ്ങൾ 8 വർഷം മുമ്പുള്ളതാണ്. ഈ ഇരിക്കുന്ന ആഭരണങ്ങൾ 2 മാസം മുമ്പ് മാത്രം വിപണിയിൽ വന്നതാണ്. 29-ാം തീയതി വൈകുന്നേരം 4-നും 5-നും ഇടയ്ക്ക് ആഭരണങ്ങൾ മോഷണം പോയി എന്നാണ് FIR രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഭരണങ്ങൾ 27-ാം തീയതി ബാങ്കിൽ പണയം വെച്ചതായി തെളിഞ്ഞു കഴിഞ്ഞു. 6 മണിക്ക് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു, ആഭരണങ്ങൾ കാണുന്നു. തുടർന്നൊരു കള്ളക്കഥയുണ്ടാക്കി 7 മണിക്ക് പ്രതിയുടെ മേൽ മോഷണ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം ആഭരണങ്ങളുടെ യഥാർത്ഥ അവകാശി പ്രതിയാക്കപ്പെട്ട ഈ ഉള്ളവരാണെന്നും PW1 മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കള്ളക്കഥയാണെന്നും വ്യക്തമാകുന്നു. നിരപരാധിയും അനാഥനുമായ ഒരു യുവാവിന്റെ കയ്യിൽ നിന്നും ആഭരണങ്ങൾ പിടിച്ചു പറിക്കുന്നതിനായി തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവശനാക്കുകയും അയാളുടെ ആരോഗ്യനില പോലും തകർക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളണമെന്നും നിരപരാധിയായ പ്രതിയെ വെറുതെ വിടണമെന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ഈ കേസിന്റെ വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ നൽകാൻ പറ്റിയ ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയെ അനുവദിക്കണം. ഗ്രാൻഡഡ്. താങ്ക് യു യുവർ ഓണർ. PW10. എന്താണ് തൊഴിൽ? പറഞ്ഞു കേട്ടില്ലേ എന്താണ് തൊഴിൽ എന്ന്? സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഞാൻ ഈ കോടതി പറഞ്ഞെല്ലാം വ്യക്തമായിട്ട് കേട്ടില്ലേ? എല്ലാം കേട്ടു. ഈ ആഭരണങ്ങൾ കണ്ടതിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട കേസാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് താങ്കൾ നിഷേധിക്കുകയാണെങ്കിൽ ഈ കോടതിയെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നുണയല്ലെന്ന് താങ്കൾ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അല്ലാതെ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തെറ്റാണോ? താങ്ക് യു. സത്യസന്ധനായ ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ. അല്ല, ശരിയാണ്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇയാളാ കുഴപ്പിച്ചത്. ഇയാളുടെ മൊഴിയായിപ്പോ ഏറ്റവും വലിയ കുഴപ്പമായിരിക്കുന്നത്. അതവരെ ചുറ്റി വളച്ചു തിരിച്ച് സ്ട്രൈറ്റ് ആയിട്ട് തനിക്ക് ആ ചോദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞാ പോരെ? അത് പിന്നെ ഒരു കള്ളന്റെ ചോദ്യം ഒരു സബ് ഇൻസ്പെക്ടർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമേജിനെ തന്നെ ബാധിക്കില്ലേ? പിന്നെ ഇപ്പൊ കൊട്ടക്കണക്കിന് ഇമേജ് അല്ലേ കൊണ്ട് തന്നിരിക്കുന്നത്. ഇഡിയറ്റ്. എന്നെ തന്റെ കാര്യം പോക്കാ. കേസ് ആകെ തിരിച്ചു. ഇപ്പോ പ്രതി അവനല്ല, താനാ. ഈ കേസ് ഇനിയും മുറിയാൽ താൻ അകത്തു പോകും. രക്ഷിക്കാൻ എനിക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല. നാളെ വിധിയ അകത്തു പോകാൻ പോകുന്നത് താനാ. ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങിയിട്ടേ ഉള്ളൂ. നിന്റെ നാശം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് നിന്റെ അവസാനത്തെ പിടിയാ, എന്റെ ആദ്യത്തെയും. ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ലടാ. ഇനി ജീവിക്കാൻ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടല്ല, ഒരു ക്രിമിനലായിട്ടാ. എന്നേക്കാ വലിയ ക്രിമിനലായിട്ട്. പ്രതി നിരപരാധി എന്ന് ബോധ്യപ്പെട്ടതിനാലും പ്രതിയിൽ നിന്നും കണ്ടെടുത്ത ഉരുപ്പടി വകകൾ അയാളുടെ സ്വന്തമെന്ന് തെളിഞ്ഞതിനാലും മേൽപ്പടി വസ്തുക്കൾ കൈവശം വയ്ക്കുവാനും കൈമാറ്റം ചെയ്യുവാനുമുള്ള അവകാശത്തോടെ വിട്ടുകൊടുക്കുവാൻ ഉത്തരവായി. ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് പിടിച്ചുപറിക്ക് സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞതിനാൽ സർക്കിൾ ഇൻസ്പെക്ടർ ജഗന്നാഥനെ 2 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഈ കോടതി ഉത്തരവാകുന്നു. 5 വർഷം മുമ്പ് ഇതുപോലൊരു വിലങ്ങ് എന്റെ കൈ വീണപ്പോ നിന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ഉള്ളു നൊന്ത് കരയുന്നവന്റെ മുഖത്തോട് ചിരിക്കാൻ ഒരു സുഖമല്ലേ? ഇപ്പൊ അതുപോലെ ഒന്ന് ചിരിക്കാമോ? വഴിയുമെങ്കിൽ ചിരിയടാ. അവൻ കലക്കി. വാദി പ്രതിയായത് എത്ര പെട്ടെന്നാ. നീണ്ടി പോകരുത്. കേസ് തോറ്റതും പോരാ. നമസ്കാരം. തൊപ്പി തെറിക്കുന്ന കാണണമെന്ന് പറഞ്ഞില്ലേ? ഇതാക്കണ്ടോ? ഞാനുണ്ടാക്കി തന്ന തെളിവുകൾ അവഗണിച്ച് മന്ത്രിയെ രക്ഷിക്കാനും എന്നെ ശിക്ഷിക്കാനൊക്കെ ഇനിയും ശ്രമിച്ചാലുണ്ടല്ലോ, സാറിന് വേണ്ടി ഞാനൊരു വിലങ്ങ് തീർക്കും. കയ്യിലണിയാനല്ല, ഈ കഴുത്തില്. ഒന്ന് വാച കടിക്കാതെ ഒന്ന് പോടും. മിസ് നിത്യ IPS കഴുത്തിൽ താലി കിട്ടുന്ന പറഞ്ഞാൽ അതും എനിക്ക് സാധിക്കും. വെറുതെ എന്നെ കൊണ്ട് മഹാപാതങ്ങളൊക്കെ ചെയ്യിക്കല്ലേ. എല്ലാം ശരിയല്ലേ? ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. എനിക്ക് പാകമുള്ള വല്ല വളയുണ്ടോന്ന് നോക്കിയതാ. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല. പോടും.
എന്റെ മകളുടെ കഴുത്തെ നിനക്ക് താലി കെട്ടുവരണ തെണ്ടി ഇറങ്ങിയതല്ല വെട്ടടാ ഇവന്റെ രണ്ട് കൈയും. വല്യച്ഛ, ഇത് നീ എങ്ങനെ വിളിച്ചു പോരുത്. നോക്കി നിൽക്കാതെ വെട്ടടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ വെട്ടണോടാ? കരിയേട്ടല്ലോ. എന്റെ കാശ് എന്നെ മേടിച്ചിട്ട് വെട്ടടാ. ഞങ്ങളുടെ ഹരിയേട്ടനെ വെട്ടണോടാ. വാ തോന്നിട്ട് നാവ് ചോട്ടിപ്പിടി വെക്കും. വേണ്ട. ഹരിയേട്ടനാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. സാറില്ല വല്യച്ഛ. മക്കളെ, ഓ, തേനൊഴുകും പോലെയല്ലേ വിളി. നിങ്ങൾ വയ്ക്കോ. വയ്ക്കോ. ഇതൊരുമാതിരി വേലിയായിരുന്ന പാമ്പിനെ എടുത്ത് അവിടെ ഒന്നും വെച്ചേക്കല്ലേ. വെച്ചു. സാറില്ല വല്യച്ഛ. അടിക്ക് അടിച്ച് പണ്ടാറടങ്ങ്. എവിടേക്കാള് കൊണ്ടോണേ? ഇതാ ചേട്ടാ ചേട്ടന്റെ വായ. എന്റെ ഈശ്വര, ഒരു കുപ്പി കാലിയാക്കില്ലോ. ഇത് മുഴുവൻ എങ്ങടാ പോണേ? താഴെ എങ്ങനെ വല്ല ലീക്ക് ഉണ്ടോ ചേട്ടാ? മോനെ ഹരി, നിന്നെ തല്ലിക്കാൻ കൊണ്ടുവന്ന ഗുണ്ടകൾ എന്നെ തല്ലാൻ വന്നപ്പോ നീ എന്നെ രക്ഷിച്ചു. നീ എനിക്ക് മദ്യം വാങ്ങിത്തന്നു. എന്നാലും ഞാൻ നിറവേട് കളിക്കില്ല. ഒത്തു കിട്ടിയാ നിന്നെ ഞാൻ തല്ലിക്കും. അപ്പൊ തനിക്കും കിട്ടും. പോടാ. നീ പോടാ. ആ. ദേ, ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ ടേ ടേ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വേണ്ട, അയാൾ പൊക്കോട്ടെ. ആ, ഇവനോട് എനിക്ക് രണ്ട് പറയണം. എടാ, സ്വന്തം മോനെ പോലെയാണോ നിന്നെ ഇയാളെന്ന് കണ്ടത്? ആ, എന്നോട് എന്റെ മോനോടും നീ ചെയ്തത് എന്താണെന്ന് അറിയാവോ? നിന്നോട് ദൈവം പോലും പൊറുക്കുകയല്ല. ആ, പൊറുക്കുകയല്ല. നിന്നെ ഞാൻ തല്ലിക്കും. നോക്കൂ, തല്ലിക്കുമടാ. ആരെക്കൊണ്ടെങ്കിലും തല്ലിക്കും. ഹലോ, ഹലോ, നമ്മുടെ വല്യച്ഛൻ കുറച്ച് ഗുണ്ടകളുമായിട്ട് എന്നെ തല്ലാൻ വന്നിരുന്നു. ഞാൻ വല്യച്ഛനെ ഒന്ന് സൽക്കരിച്ചാ വിട്ടത്. ആളല്പം വശപ്പശയിലാ വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ ബോധം വരുമ്പോ മൂപ്പരാനോട് പറഞ്ഞേക്കണം, ഇതുപോലുള്ള കുസൃതികളുമായിട്ട് ഇനി വരരുതെന്ന്. ഐ ലവ് യു. വാള് വെച്ചു. എന്തിനാ ഇങ്ങനെ വെറുതെ അടി വാങ്ങുന്നത് കൊച്ചുണ്ണി? സത്യം പറഞ്ഞോ, അവൻ എവിടെയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അവൻ ബോംബെയിലാ. ബോംബെയില്. വെറുതെ തെറ്റിക്കണ്ട, കൃത്യമായിട്ട് പറഞ്ഞോ. ഇരിക്കണം. തല്ലല്ലേ സാറേ, ഞാൻ കൃത്യമായിട്ട് പറയാം. ബോംബെ അല്ല, പിന്നെ മുംബൈ. മുംബൈ അതല്ലേ ശരി. പിന്നീട് ഒരു പേര് മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? അയ്യോ, ഞാൻ മാറ്റിയിട്ടില്ല. ഞാൻ മാറ്റിയിട്ടില്ല. വെറുതെ ആ ഡെപ്യൂട്ടി പെണ്ണും പിള്ളേടെ പിച്ച മാന്തൊക്കെ കൊള്ളണോ? അല്ലടോ. സാറെപ്പോഴാ വന്നേ? സാറ് വന്നത് നന്നായി, വളരെ നന്നായി. സലാം കാണിക്കാൻ വേണ്ടി കൈയെടുത്തപ്പോഴാ ഈ പാവങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടിയത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത്രയും നേരം ഈ പാവങ്ങള് എന്റെ ദേഹത്തൂടെ പുഷ്പുൾ ട്രെയിൻ ഓടിച്ചു കളിക്കായിരുന്നു. വെറുതെ വെളച്ചിലെടുക്കണ്ട. മര്യാദയ്ക്ക് പറഞ്ഞോ, അവൻ എവിടെ ഉണ്ട്? ദാ ഇവിടെയുണ്ട് സാർ. അയ്യേ, എന്താ ഇങ്ങനെ ജട്ടി മാത്രം ഉടുപ്പിച്ച് ചേർത്താൻ ഇയാളെന്താ മിസ് യൂണിവേഴ്സാ? സാറേ, തല്ലാനും കൊല്ലാനും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ ആയുധം വാളല്ല, നിയമമാണ്. വാളുകൊണ്ട് തീർക്കാനായിരുന്നെങ്കിൽ എന്റെ കണക്കുകളൊക്കെ പണ്ടേ തീരുമായിരുന്നു. സാറിന്റെ വല്യച്ഛനെ ഉപദ്രവിച്ചത് ഞാനല്ല. ഓഹോ, അതറിയിക്കാനാണോ സാർ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളൊക്കെ വെറും കഴുതകളാണെന്നോ? അതെ സാർ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് എന്നാ സാറേ സംസാരിക്കുന്നത്? ഈ കേസിൽ ഞാൻ സാറിനെ സഹായിക്കാതിരിക്കാനും സാറിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിച്ചുവിടാനും വേണ്ടിയിട്ടാണ് അവർ വല്യച്ഛനെ ഉപദ്രവിച്ചത്.
ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? സ്റ്റേഷനിലും കോടതിയിലും വന്നുള്ള നിന്റെ ഈ പ്രസംഗവും ഷൈൻ ചെയ്യലും ഉണ്ടല്ലോ, എല്ലാം ഞാൻ അവസാനിപ്പിക്കും. ഈ ആയുഷ്കാലം മുഴുവൻ നീ ജയിലിൽ കിടക്കും. വേണ്ട, ചിരിക്കണ്ട, ചിരിക്കരുത്. സാർ നിർത്തുന്നില്ല. ഈ ലൊക്കട കേസിൽ ഞാൻ അകത്തു പോകുന്നു എങ്കിലും എന്റെ മീശ ഞാൻ വടിക്കും. ഈ കേസിൽ ഞാൻ ജയിച്ചു വന്നാലോ സാറിന് വടിക്കാൻ ഒരു മീശ പോലും ഇല്ലെന്ന് ഓർത്തപ്പോ ചിരിച്ചു പോയതാ. ഓഹോ, ഏതായാലും ഈ ചിരി കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി നീ കരയുന്നത് കൂടി എനിക്ക് കാണണം. അയ്യോ ഒന്നുകൂടെ കറക്കിക്കേ. അയ്യോ ഇത്രയും നേരം അടിച്ചൊന്നൊരു അടിയല്ല, ഇതാണ് അടി. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ലവ് യു. നാളെ കോടതി പറയേണ്ടത് മറന്നിട്ടില്ലല്ലോ. വല്യച്ഛനെ വെട്ടിയതും കുത്തിയതും അവൻ തന്നെയാണെന്നും വല്യച്ഛൻ അവനെ വ്യക്തമായി കണ്ടുവെന്നും കോടതി പറയണം. അതിന് ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷെ ചെയ്തത് അവൻ തന്നെയാണെന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? വല്യച്ഛൻ അവനെ വ്യക്തമായി കണ്ടുവെന്ന് പറഞ്ഞെങ്കിലേ അവന് തക്കതായ ശിക്ഷ കിട്ടൂ. ഇയാളെന്റെ വെട്ടി തല്ലി